ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നിങ്ങൾ മെന്റലി സ്ട്രോങ് ആണോ എന്നതിന്റെ 7 സയൻസ് നമുക്കിന്ന് നോക്കിയാലോ. പല ആൾക്കാരും കരുതുന്നത് മെന്റൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സങ്കടപ്പെടാതെ, കരയാതെ, സ്ട്രഗിൾ ചെയ്യാതെ ജീവിക്കുക എന്നതാണെന്നാണ്. ബട്ട് അതൊരു മിത്താണെന്ന് ഞാൻ പറയും. റിയാലിറ്റിയിൽ മെന്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഓരോ ചാലഞ്ച് മുന്നിൽ വരുമ്പോഴും നിങ്ങൾ എങ്ങനെ അത് ഫേസ് ചെയ്യുന്നു, ആ സ്ട്രഗിളിലൂടെ നിങ്ങൾ എങ്ങനെ ഗ്രോ ചെയ്യുന്നു എന്നതൊക്കെയാണ്. ഇനി പറയാൻ പോകുന്ന ചില സയൻസ് ചിലപ്പോൾ നിങ്ങളെ ആശ്ചര്യപ്പെടുത്തിയേക്കാം. സോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ പറ്റി സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും you are stronger than you think. Number 1, you stay calm and clear-minded in a crisis. Unexpected challenges മുമ്പിൽ വരുമ്പം ലൈക്ക് ഒരു ഫാമിലി ഇഷ്യൂ, വർക്ക് ഇഷ്യൂ, നമ്മൾ തളർന്നു പോയേക്കാം. ചിലപ്പോൾ പാനിക്കായി ഇമ്പൾസീവ്ലി റിയാക്ട് ചെയ്തെന്ന് വരാം. ബട്ട് ഈ മെന്റലി സ്ട്രോങ് ആയ വ്യക്തികൾ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുള്ളൂ. ഇതിനർത്ഥം പേടിയില്ല എന്നല്ല, മറിച്ച് ആ പേടിയെ അവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ അനുവദിക്കുന്നില്ല എന്ന് മാത്രം. നമ്പർ 2, യു സെറ്റ് ആൻഡ് ഹോൾഡ് ബൗണ്ടറീസ്. നിങ്ങൾക്ക് ഹെൽത്തി ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ യു ആർ മെന്റലി സ്ട്രോങ് ഗൈസ്. ഒരു എക്സാമ്പിൾ പറയാം. യെസ് പറയേണ്ടവിടെ യെസും നോ പറയേണ്ടവിടെ നോയും പറയാൻ കഴിയുന്നത്. കാരണം ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ടൈമിനും പീസിനുമാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അത് ഫ്രണ്ട്സിന്റെ ഇടയിലായാലും, ഫാമിലിയുടെ ഇടയിലായാലും, ഈവൻ വർക്കിന്റെ ഇടയിലായാലും. ഇവിടെ അവരുടെ മെന്റൽ ഹെൽത്തിന് ബെസ്റ്റ് എന്ന് തോന്നിയ ഡിസിഷനാണ് അവരെടുത്തത്. സോ അതിൽ അവർക്ക് ഒരു കുറ്റബോധവും ഫീൽ ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ടോക്സിക് സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ മാറി നിന്നിട്ടുണ്ടെങ്കിൽ അത് എത്ര കഷ്ടമാണെങ്കിലും അവിടെ നിങ്ങളുടെ മെന്റൽ സ്ട്രെങ്ത് എത്രത്തോളാണെന്ന് അറിയാനായിട്ട് സാധിക്കും. നമ്പർ 3, യു ഡോണ്ട് വേസ്റ്റ് എനർജി ഓൺ തിങ്സ് യു കാൺട്ട് കൺട്രോൾ. കോൺസ്റ്റന്റ് ആയിട്ട് കംപ്ലൈന്റ് പറയുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല. അതിപ്പം ഇന്നത്തെ ട്രാഫിക് ആവാം, വെതർ ആവാം, അങ്ങനെ എന്തുമാവാം. പക്ഷേ ഈ മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ അധികം കംപ്ലൈൻറ്റ്സ് പറയാറില്ല. അവർക്ക് അറിയാം അത് അവരുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ല എന്ന്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ അവർ ഫോക്കസ് ചെയ്യും. മറ്റുള്ളവരുടെ ബിഹേവിയർ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല, പക്ഷേ അവരോടുള്ള നമ്മുടെ റെസ്പോൺസ് നമുക്ക് മാറ്റാം. ഈ ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ ഇമോഷണൽ എനർജി ഒരുപാട് സേവ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. നമ്പർ 4, യു എംബ്രേസ് ചേഞ്ച്. ഈ മാറ്റം കുറച്ച് സ്കാരിയാണ്, റൈറ്റ്? ബിക്കോസ് അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. പക്ഷേ ഈ മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ മാറ്റം അഥവാ ചേഞ്ചിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. വളരാനുള്ള ഓപ്പർച്യൂണിറ്റി. അവർ ഫ്ലെക്സിബിൾ ആയിരിക്കും, ഓപ്പൺ മൈൻഡഡ് ആയിരിക്കും, ക്യൂരിയസ് ആയിരിക്കും, ഈവൻ വെൻ ലൈഫ് ടേക്സ് അൺഎക്സ്പെക്റ്റഡ് ടേൺസ്. ഇപ്പം അതൊരു പുതിയ സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നതാവാം, പുതിയൊരു ജോലി ആയിക്കോട്ടെ, ബാലൻസ്ഡ് ആയിരിക്കാനുള്ള നിങ്ങളുടെ എബിലിറ്റി, നിങ്ങളുടെ സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്പർ 5, യു ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ആക്ഷൻ. എന്തെങ്കിലും കാര്യം തെറ്റായി പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിചാരിച്ച പോലെ പോയില്ലെങ്കിൽ ആരെയെങ്കിലും അല്ലെങ്കിൽ എന്തിനെങ്കിലും ബ്ലെയിം ചെയ്യുന്നത് ഹ്യൂമൻ നേച്ചറാണ്. ബട്ട് മെന്റലി സ്ട്രോങ് പീപ്പിൾ ഓൺ അപ്പ്, റിഫ്ലക്ട് ആൻഡ് വർക്ക് ഓൺ ദംസെൽഫ്. മറ്റുള്ളവരിൽ കുറ്റമിടുന്നത് ഒട്ടും ശരിയല്ല എന്ന് അവർക്കറിയാം. നമ്മുടെ വിജയവും തോൽവിയും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളെ തന്നെയാണ്. ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾ തെറ്റാണെന്ന് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും നിങ്ങളെ വീക്ക് ആക്കുന്നില്ല. അത് റെസ്പെക്റ്റും ട്രസ്റ്റും ആണ് നിങ്ങളിൽ ബിൽഡ് ചെയ്യുന്നത്. നമ്പർ 6, യു സ്റ്റേ കൺസിസ്റ്റന്റ് വിത്ത് ലോങ് ടേം ഗോൾസ്. ഒരു പുതിയ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ തുടക്കത്തിൽ നമുക്ക് നല്ല ആവേശമായിരിക്കും. പക്ഷെ ആ ഒരു എക്സൈറ്റ്മെന്റ് പോകുമ്പോഴും കൺസിസ്റ്റന്റ് ആക്ഷൻ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങൾ മെന്റലി സ്ട്രോങ് ആണെന്ന്. അതെ, ചാലഞ്ചസ് വന്നാലും പ്രോഗ്രസിന്റെ ഗ്രാഫ് സ്ലോ ആയിട്ടാണെങ്കിലും ദേ വിൽ വർക്ക് ഹാർഡ്. നമ്പർ 7, യു ക്യാൻ ഹാൻഡിൽ ബീങ് അലോൺ. ഇത് നമ്മൾ ജീവിക്കുന്നത് ഫുൾ ആൻഡ് ഫുൾ ഡിസ്ട്രാക്ഷൻസിന്റെ ഇടയിലാണ് അല്ലേ? എന്റർടൈൻമെന്റ്, സോഷ്യൽ മീഡിയ, സ്ക്രോളിംഗ്, എക്സെട്ര എക്സെട്ര. പക്ഷേ ഈ മെന്റലി സ്ട്രോങ് ആയ വ്യക്തികൾ തനിച്ചിരിക്കാൻ, തന്നിലൊന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ സമയം കണ്ടെത്തും. യൂസ് സോളിറ്റ്യൂഡ് ആസ് എ വേ ടു റീചാർജ് ആൻഡ് ഗെറ്റ് ക്ലാരിറ്റി. ഒറ്റയ്ക്കിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മോശം കാര്യമല്ല. നിങ്ങളുടെ കമ്പനി തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ബെറ്റർ അല്ലേ? യെസ്, ഇറ്റ്സ് എ പവർഫുൾ തിങ്. സോ ഗൈസ്, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതിൽ ഏതൊക്കെ സയൻസ് നിങ്ങളിൽ കാണാൻ കഴിഞ്ഞു? ലെറ്റ് മീ നോ ഇൻ ദി കമന്റ്സ്. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾ ഇംപ്രൂവ് ചെയ്തെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. Until next time, keep shining, keep growing, and as always, keep blooming.